3 എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. മെട്രിക്സ് എന്താണെന്നും അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അതിന്റെ ഓർഡർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെട്രിക്സിന്റെ പാർട്ട് 1 നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ മെട്രിക്സിന്റെ ആൾജിബ്ര ഓഫ് മെട്രിക്സസ്, അതിന്റെ ആൾജിബ്രയെ കുറിച്ച്, അതായത് അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ, ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് തുടങ്ങിയ ആൾജിബ്രകളും അതിന്റെ പ്രോപ്പർട്ടീസും പാർട്ട് 2 നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് പാർട്ട് 3 ആണ്. ആ പാർട്ട് 3 ആൾജിബ്രയിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ആ പാർട്ട് 1 പാർട്ട് 2 കാണാത്ത വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പാർട്ട് 1 പാർട്ട് 2 ലിങ്ക് ഉണ്ടാകും. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഇടയിൽ ഇനി ആൾജിബ്ര ഓഫ് മെട്രിക്സിലെ ആൾജിബ്ര ഓഫ് മെട്രിക്സസ് എന്നുള്ള ടോപ്പിക്കിൽ 4 ആൾജിബ്രാസ് നമ്മൾ പരിചയപ്പെട്ടു. ആൾജിബ്ര ഓഫ് മെട്രിക്സസ്. ഇനി അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൾജിബ്രയാണ് 5th ആൾജിബ്ര, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. മൾട്ടിപ്ലിക്കേഷൻ. കഴിഞ്ഞ 4th ആൾജിബ്ര വരെ ആൾജിബ്ര ഓഫ് മെട്രിക്സസ് വളരെ സിമ്പിൾ ആയിരുന്നു, കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇനി ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. ഒരു മെട്രിക്സ് എ എന്നുള്ള ഒരു മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും ഏത് മെട്രിക്സും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കൂല. ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ് സാധ്യമാകണമെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സും ഈക്വൽ ആകണം. അതായത് ഒന്നാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എ എന്നുള്ളത് ഒരു m/n മെട്രിക്സ് ആണെന്ന് കരുതിക്കോ. അതുപോലെ ബി എന്നുള്ളത് ഒരു n/p മെട്രിക്സ് ആണെങ്കിൽ ഈ 2 മെട്രിക്സുകൾ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഒന്നാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് n ആണ്, രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും n ആണ്. അപ്പൊ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ് ആയത് കാരണം എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എ ബി എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് m, ഇത് p. ഈ ഒരു m/p മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ഇതൊരു കോൺസെപ്റ്റ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ മെട്രിക്സുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഇവിടെ എ ബിനെ ഞാൻ പറഞ്ഞു ഒരു m/p മെട്രിക്സ് ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ബി എ എന്നുള്ള മെട്രിക്സ് എന്താ കിട്ടുക? ഈ ബിയുടെ ഓർഡർ എന്താ? n/p. ഇതിന്റെ ഓർഡറോ m/n. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കടാ, ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് p ആണ്, സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് m ആണ്. ഇത് തമ്മിൽ ഈക്വൽ അല്ല. അതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതായത് ബി എ ഈസ് നോട്ട് ഡിഫൈൻ. അത് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണ് തുടക്കത്തിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ആ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ് വിഷയം. ഇവിടെ ജനറലി നമ്മൾ എ എന്നുള്ള മെട്രിക്സിനെ ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ അതിലുള്ള എല്ലാ എലമെന്റ്സും എങ്ങനെയായിരിക്കും? aij ഫോമിലല്ലേ ഉണ്ടാകുക? a11, a12, a13, a21, a22 അങ്ങനെയല്ലേ ഉണ്ടാവുക. aij എന്ന് പറഞ്ഞാൽ എന്താ വരിക? ith റോയിലെ jth കോളത്തിലുള്ള എലമെന്റ് ആണെന്നല്ലേ മീനിങ്. അങ്ങനെയാണെങ്കിൽ a എന്നുള്ളത് ഒരു aij ഫോമിൽ ഒരു m/n മെട്രിക്സ് ആണ്. അതുപോലെ ഈ b എന്നുള്ളത് bij എന്നുള്ളതിന് ഞാൻ എലമെന്റിന് എടുത്തു കഴിഞ്ഞാൽ bij അതൊരു n/p മെട്രിക്സ് ആണെന്നല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് അതിന്റെ ഓർഡർ എന്താ? m/p ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിലുള്ള എലമെന്റിനെ ഞാൻ വെറുതെ എടുക്കുകയാണ്, എയും ബിയും അല്ലെ. അതായത് abij ഞാൻ വെറുതെ എടുക്കുക കേട്ടോ. abij ആയിട്ട് ഞാൻ എടുത്തു നേരിക്കോ. അങ്ങനെയെങ്കിൽ abij എന്നുള്ളത് ഒരു m/p മെട്രിക്സ് ആയിരിക്കും. അതായത് ഇതിലുള്ള ഓരോ എലമെന്റും ഇതേ മോഡൽ ആയിരിക്കും. അതായത് കണ്ടോ, abij എന്ന് പറയുമ്പോൾ 1 1, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്. അതുപോലെ ab12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എത്ര കോളംസ് ഉണ്ടാകും? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, അങ്ങനെ p കോളംസ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എലമെന്റ് എന്തായിരിക്കും?
AB1P ഫസ്റ്റ് റോയിലെ pth കോളത്തിലുള്ള എലമെന്റ്. ഇതേപോലെ ഇവിടുത്തുള്ള എലമെന്റ് AB21 എഴുതാം, അതായത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അതേപോലെ ഇവിടെ AB22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ലാസ്റ്റ് AB2P സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ pth കോളം. ആ രീതിയിലാണ് ഇത് വരിക. അങ്ങനെ പോയി 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 ലാസ്റ്റ് റോ എങ്ങനെ വരും? ഇത് mth റോ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ AB M1 mth റോ ആൻഡ് ഫസ്റ്റ് കോളം. അടുത്തത് ABM2 mth റോ ആൻഡ് സെക്കൻഡ് കോളം. ലാസ്റ്റ് ഉള്ള എലമെന്റ് എന്തായിരിക്കും? ABMP mth റോ ആൻഡ് pth കോളം. ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് ഇതിന്റെ എലമെന്റിനെ ഞാനൊന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അത് AB11 AB12 ഇങ്ങനത്തെ എലമെന്റ്സ് ഉണ്ടല്ലോ, ആ എലമെന്റ് എങ്ങനെ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യട്ടോ. ഞാൻ പറയുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ABIJ ഞാൻ ജനറലി അതിലുള്ള എലമെന്റിനെ ഞാൻ ABIJ എന്ന് ഞാൻ എടുത്തു. ഈ ABIJ എന്നുള്ള എലമെന്റ് എങ്ങനെ കിട്ടുക എന്നോ? ഈ A എന്നുള്ള മെട്രിക്സിന്റെ ith റോ ഓഫ് മെട്രിക്സ് A ഇൻറ്റു രണ്ടാമത് jth കോളം ഓഫ് മെട്രിക്സ് B. jth കോളം ഓഫ് മെട്രിക്സ് B. ഇവർ തമ്മിൽ ഓരോ എലമെന്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് ABIJ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ A എന്നുള്ളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. എയിലുള്ള എലമെന്റ്സ് 1 2 5 7 ആൻഡ് ബിയിലുള്ള എലമെന്റ്സ് 2 1 3 ഒരു 6 4 5. എനിക്ക് കാണാം AB എന്നുള്ള മെട്രിക്സ് കാണണം. പക്ഷെ അതിന് മുമ്പ് ഇത് കാണാൻ പറ്റുമെന്ന് നോക്കണ്ടേ? അതായത് ഇതിന്റെ ഓർഡർ എന്താണ്? 2/2 അല്ലേ. ഇതിന്റെ ഓർഡർ എന്താ? 2 റോയും 3 കോളം 2/3 ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കാണാൻ സാധിക്കും. പക്ഷെ കിട്ടുന്ന ഈ AB എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? AB എന്നുള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ 2/3 മെട്രിക്സ് ആയിരിക്കും ഉണ്ടാവും അല്ലെ. 2/3 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു 2/3 മെട്രിക്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഞാൻ AB കാണാൻ പോകട്ടോ. AB which is equal to A എന്ന് പറഞ്ഞാൽ 1 2 5 7 into 2 1 3 6 4 5. ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? അത് 2/3 മെട്രിക്സ് ആയിരിക്കും. 2 റോസും 3 കോളംസ്, 2 റോസും 3 കോളംസ് ഉള്ള മെട്രിക്സ് ആയിരിക്കും എനിക്ക് കിട്ടുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ പറയാറുണ്ടല്ലോ AB11. ആ AB11 എങ്ങനെ കിട്ടുക? ABIJ കിട്ടല് ith റോ ഓഫ് A ഇൻറ്റു jth കോളം ഓഫ് B. ഇനി നല്ലോണം ശ്രദ്ധിച്ചട്ടോ. AB11 എങ്ങനെ കിട്ടുക എന്നറിയോ? അതായത് ഫസ്റ്റ് റോ ഓഫ് A ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് B ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റിനെയാണ് AB11 എന്ന് പറയാം. ഞാൻ ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിച്ചട്ടോ. അതായത് ഫസ്റ്റ് റോ ഓഫ് A ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് B അല്ലേ. അതായത് 1 ഇൻറ്റു 2 പ്ലസ് ഇനി അടുത്ത സെക്കൻഡ് എലമെന്റ്സ് നോക്കാം. 2 ഇൻറ്റു 6 ആ രീതിയിൽ ചെയ്യാം. ഇത് ചെയ്താൽ കിട്ടുന്നതാണ് AB11. ഇനി അടുത്ത ഇവിടുത്തെ എലമെന്റ് ഏതാ? ഇവിടുത്തെ എലമെന്റ് നമ്മൾ അതിനെ എഴുതുന്നത് AB12 എന്നല്ലേ എഴുതിയത്. AB12 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോ ഓഫ് A ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് B. അപ്പൊ എങ്ങനെ വരൂടാ? ഫസ്റ്റ് റോ ഓഫ് A എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. സെക്കൻഡ് കോളം ഓഫ് B എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അത് ചെയ്താൽ കിട്ടുന്ന എലമെന്റ് ആണ് AB12. അപ്പൊ അങ്ങനെ വരും. പറ 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 4 ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി അടുത്ത എലമെന്റ് ആണ് ഇവിടുത്തെ AB13. അതെങ്ങനെ കിട്ടുക? ഫസ്റ്റ് റോ ഓഫ് A ഇൻറ്റു തേർഡ് കോളം ഓഫ് B. ഫസ്റ്റ് റോ ഓഫ് A എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ. തേർഡ് കോളം ഓഫ് B എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ. അവര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് AB13 എന്നുള്ള എലമെന്റ് കിട്ടുക. അതായത് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 5 ഇങ്ങനെ കിട്ടും.
ഇനി അടുത്തത് സെക്കൻഡ് റോ. നമുക്ക് കിട്ടുന്നത് ഒരു 2/3 മെട്രിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് സെക്കൻഡ് റോ ആണ്. 2 റോ ആണ് ഇതിലുണ്ടാവുക. ഇനി ചെയ്യുമ്പോൾ ഇവിടുത്തെ എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തിൽ AB21 എന്നുള്ള എലമെന്റ്. ഇതൊക്കെ മനസ്സിലുള്ള കേട്ടോ. ഈ AB21 എങ്ങനെ കിട്ടുക? അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം ശ്രദ്ധിച്ചോ. ഞാനതൊന്ന് വായിക്കട്ടെ, എന്നാൽ കറക്റ്റ് മനസ്സിലാവും. AB21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഓഫ് A ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് B. എങ്ങനെ? സെക്കൻഡ് റോ ഓഫ് A, സെക്കൻഡ് റോ ഓഫ് A എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് B. അങ്ങനെയാണെങ്കിൽ ഇവരെ തമ്മിൽ ചെയ്താൽ കിട്ടുന്ന എലമെന്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവരെ തമ്മിൽ ഒന്ന് ചെയ്ത് നോക്കണം. 5 into 2 പ്ലസ് 7 into 6 ഈ രീതിയിൽ വരും. ഇനി അടുത്ത ഇവിടുത്തെ എലമെന്റ് എങ്ങനെയാണ് പറ? സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ് AB22. അതെങ്ങനെ കിട്ടല്? സെക്കൻഡ് റോ ഓഫ് A ഇൻറ്റു എങ്ങനെ? സെക്കൻഡ് റോ ഓഫ് A ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് B. പറ അതിന്റെ ആൻസർ എങ്ങനെ വരും? പറ എന്ത് വരും? 5 into 1. എല്ലാവരും പറഞ്ഞു നോക്കട്ടോ, വീഡിയോ ആണെന്ന് എഴുതിയിട്ട് പറയാതിരിക്കരുത്. ഇൻഡിവിജ്വൽ ആയി കാണുന്ന സമയത്ത് സാധാ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കാം. 5 into 1 പ്ലസ് 7 into 4. ഇനി അടുത്തത് ലാസ്റ്റ് എലമെന്റ് ഏതാ? AB23 അല്ലേ, സെക്കൻഡ് റോ തേർഡ് കോളം. അതെങ്ങനെ കിട്ടാറ്? അതായത് സെക്കൻഡ് റോ ഓഫ് A ഇൻറ്റു സെക്കൻഡ് റോ ഓഫ് A ഇൻറ്റു തേർഡ് കോളം ഓഫ് B. അത് ചെയ്തു കഴിഞ്ഞാൽ പറ ഫസ്റ്റ് 5 into 3 പ്ലസ് 7 into 5. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ഒരു പ്രയാസമില്ല. ഈ ഓർഡർ മനസ്സിലാക്കാനാണ് ചില വിദ്യാർത്ഥികൾക്ക് പ്രശ്നമാകാറ്. പക്ഷെ നിങ്ങൾക്ക് അത് പ്രശ്നമാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്യാവശ്യം നല്ല വിവരമുള്ള കുട്ടികളാണ്. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1 into 2 2 into 6 12. 2 plus 12 എന്താടാ? 14. ഇവിടെ 1 plus 8 9. ഇവിടെ 3 plus 10 13. ഇവിടെ 10 plus എത്ര? 42. 10 plus 42 become 52. എത്ര വരും? 5 plus 28. 5 plus 28 എത്ര? 33. നെക്സ്റ്റ് എത്ര? 15 plus 35. 15 plus 35 എന്ന് പറഞ്ഞാൽ 50. ഇതാണ് AB എന്നുള്ള മെട്രിക്സ് വരിക. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ number of columns of the first matrix is equal to number of rows of the second matrix ആണെന്നുണ്ടെങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലിക്കബിൾ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിലുള്ള എലമെന്റിനെ ഞാൻ ABIJ എന്ന് എടുത്താൽ ആ ABIJ എന്നുള്ള എലമെന്റ് എങ്ങനെ കിട്ടല്? അതായത് ith row of A into jth column of B. അതിലുള്ള ഓരോ എലമെന്റുകളും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക് എലമെന്റ് ആണ് ABIJ. അങ്ങനെ അതിലുള്ള എല്ലാ എലമെന്റിനെയും ഇതേ സ്റ്റേജിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് മെയിൻ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസിൽ മനസ്സിലാക്കേണ്ടത്. ഇതിലുള്ള ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം ചെയ്തു നോക്കാം. ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ചെയ്യാൻ പറ്റും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തതിന് ശേഷം അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമുക്കൊന്ന് കടക്കാം. അടുത്ത എക്സാമ്പിൾ A എന്നുള്ള മെട്രിക്സ് 5 2 3 6 7 1 -1 2 3 and B എന്നുള്ള മെട്രിക്സ് 1 2 3 4 5 6 8 7 1. ഈ രണ്ട് മെട്രിക്സുകൾ തന്നു. എന്നിട്ട് നിങ്ങളോട് AB എന്നുള്ള മെട്രിക്സ് കാണാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് AB എന്നുള്ള മെട്രിക്സ് ഡിഫൈൻഡ് ആകുമോ? ഡിഫൈൻഡ് ആകുമോ? ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതും എന്ത് തന്നെയാണ്? ഒരു 3/3 മെട്രിക്സ് തന്നെയാണ്.
അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഫസ്റ്റ് ഇതിലെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡിലുള്ള നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. അതുകൊണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ എ ബി എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. എ ബി എന്നുള്ള 3/3 മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടെ ഉള്ള എലമെന്റ് എന്താണെന്നാ പറഞ്ഞത്? AB11 ആണ് അല്ലെ. അതിലുള്ള എലമെന്റ് എങ്ങനെ? ith റോ ഓഫ് എ ഇൻറ്റു ith കോളം ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാലല്ലേ കിട്ടുക. അതായത് ഞാൻ ആ മെട്രിക്സിനെ കൊടുക്കുന്ന എഴുതാം. എ ബി എന്നുള്ള മെട്രിക്സിനെ എഴുതുമ്പോൾ എ ഇൻറ്റു ബി, അതായത് 5 2 3 6 7 1 minus 1 2 3 into 1 2 3 4 5 6 8 7 1. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇവിടെ AB11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഓഫ് എ ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് ബി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? പറ. 5 into 1 പ്ലസ് 2 into 4 പ്ലസ് 3 into 8. ഇത് ചെയ്താൽ കിട്ടുന്ന എലമെന്റ് ആണ് AB11. ഇനി അടുത്ത എലമെന്റ് ഏതാ? AB12. അതെങ്ങനെ കിട്ടുക? ഫസ്റ്റ് റോ ഓഫ് എ ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് ബി ചെയ്താലല്ലേ കിട്ടുക. അതായത് ഫസ്റ്റ് റോ ഓഫ് എ ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് ബി. ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് AB12 എന്നുള്ള എലമെന്റ് കിട്ടുക. അപ്പൊ എങ്ങനെയാണ് കിട്ടുക? 5 into 2 5 into 2 പ്ലസ് അടുത്തത് 2 into 5 പ്ലസ് അടുത്തത് 3 into 7. ഇനി അടുത്ത എലമെന്റ്, ഇവിടുത്തെ എലമെന്റ് ഏതാ? AB13 എങ്ങനെ കിട്ടുക? ഫസ്റ്റ് റോ ഓഫ് എ ഇൻറ്റു തേർഡ് കോളം ഓഫ് ബി ചെയ്താലാണ് കിട്ടുക. പറ. ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 5 into 3 പ്ലസ് 2 into 6 പ്ലസ് അടുത്തത് 3 into 1 ഇങ്ങനെ വരും. ഇനി ഇവിടുത്തെ എലമെന്റ് എങ്ങനെ? AB21 അല്ലേ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ആണ് AB21. ആ AB21 എങ്ങനെയാടാ കിട്ടുക? AB21 ഒറ്റ മിനിറ്റ് കേട്ടോ, ഇതെല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ AB21 എങ്ങനെ കിട്ടുക? സെക്കൻഡ് റോ ഓഫ് എ ഇൻറ്റു അടുത്തത് കോളാണ് ഫസ്റ്റ് കോളം ഓഫ് ബി ചെയ്താലാണ് AB21 കിട്ടുക. അപ്പൊ പറടാ എലമെന്റ് എങ്ങനെ വരും? 6 into 1 പ്ലസ് 7 into 4 പ്ലസ് 1 into 8. ഇനി അങ്ങനെ വരച്ച് കാണിക്കേണ്ടതില്ല. ഇനി അടുത്തത് ഇവിടുത്തെ എലമെന്റ് ഏതാ? AB21 ആണ് അല്ലെ. AB22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം. AB22 എങ്ങനെ കിട്ടുക? സെക്കൻഡ് റോ ഓഫ് എ ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് ബി ചെയ്താലാണ് AB22 കിട്ടുക. അങ്ങനെയാണെങ്കിൽ AB2ന്റെ എലമെന്റ്സ് പറ. 6 into 2 പ്ലസ് 7 into 5 പ്ലസ് 1 into 7 ഇങ്ങനെയാണ് കിട്ടുക. ഇനി അടുത്തത് ഏതാ? സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലുള്ള എലമെന്റ്. അതായത് സെക്കൻഡ് റോയില് തേർഡ് കോളം എന്ന് പറയുമ്പോൾ 2 3 അല്ലേ? 2 3 എങ്ങനെ കിട്ടുക? സെക്കൻഡ് റോ ഓഫ് എ ഇൻറ്റു തേർഡ് കോളം ഓഫ് ബി. സെക്കൻഡ് റോ ഓഫ് എ ഇൻറ്റു തേർഡ് കോളം ഓഫ് ബി ചെയ്താൽ പറ. 6 into 3 പ്ലസ് 7 into 6 പ്ലസ് 1 into 1 ഈ രീതിയിലാണ് കിട്ടുക. ഇനി അടുത്തത് ഇവിടെ തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്, അതായത് AB31 എന്ന് വരും. അതെങ്ങനെ കിട്ടുക? തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ? തേർഡ് റോ ഓഫ് എ ഇൻറ്റു തേർഡ് റോ ഓഫ് എ ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് ബി. പറ. -1 into 1 പ്ലസ് 2 into 4 പ്ലസ് 3 into 8. ഇനി ഇവിടുത്തെ എലമെന്റ് ഏതാ? AB തേർഡ് റോ സെക്കൻഡ് കോളം AB32 എന്നാ വരിക. AB32 എങ്ങനെ കിട്ടുക? തേർഡ് റോ ഓഫ് എ ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് ബി ചെയ്താലാണ് AB32 കിട്ടുക. അപ്പൊ പറടാ എലമെന്റ്സ് ഏതാ വരിക? പറ. -1 into 2 പ്ലസ്
2 into 5 plus 3 into 7. ഇനി അടുത്ത ലാസ്റ്റ് എലമെന്റ് കേട്ടോ, അതേതാ? തേർഡ് റോയിലെ തേർഡ് കോളത്തിൽ AB33. അതെങ്ങനെ കിട്ടുക? തേർഡ് റോ ഓഫ് A ഇൻറ്റു തേർഡ് കോളം ഓഫ് B ചെയ്താലല്ലേ കിട്ടുക. അങ്ങനെയാണെങ്കിൽ എലമെന്റ്സ് പറ, എന്ത് വരും? -1 into 3 plus 2 into 6 plus 3 into 1. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്നുള്ള മാട്രിക്സ് എന്താണെന്ന് മനസ്സിലാവും. ചെയ്തോ, കാൽക്കുലേറ്റ് ചെയ്തോ. എന്ത് വരും? എ ബി is equal to മാട്രിക്സ് ഇത് 5 plus 8. 5 plus 8 എത്ര? 13. 13 plus 3 into 8 24. 13 plus 24 30. 13 plus 24 37 അല്ലേ? 37 എന്ന് വരും. ഇനി ഇവിടെ 10 plus 10 20. 20 plus 21 41. അടുത്തത് 15 plus 12. 15 plus 12 എന്ന് പറയുമ്പോൾ 27. 27 plus 3 30. ഇനി അടുത്തത് 6 plus 7 into 4 എന്താ? 28. 28 plus 6 എന്ന് പറഞ്ഞാൽ 34. 34 plus 8 42. എല്ലാവരും സ്വന്തമായിട്ട് ഇതൊന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. 12 plus 35. 12 plus 35 47. 47 plus 7 54 എന്ന് വരും. ഇനി അടുത്ത് 18 plus 42. 18 plus 42 എന്താ? 8 plus 42 50. അപ്പൊ 60 വരും. 61 അല്ലേ ആൻസർ വരിക. ഇനി അടുത്തത് -1 plus 8. -1 plus 8 7. 7 plus 24 31 വരും. ഇനി അടുത്തത് -2 plus 10 8. 8 plus 21 29 എന്ന് വരും. ഇനി അടുത്തത് -3 plus 12 അല്ലേ? അല്ല, -3 plus 3 അത് 0 ആവും. ഇനി ഇവിടെ എന്താ? 12 എന്നല്ലേ വരിക. ഇതാണ് എ ബി എന്നുള്ള മാട്രിക്സ് വരിക. ഇനി ഇതേ എക്സാമ്പിളില് നിങ്ങൾ സ്വന്തമായിട്ട് ബി എന്ന് കണ്ടോ. എ ബി കണ്ടു, ഇനി ബി എന്ന് സ്വന്തമായിട്ട് കാണും. ഒന്ന് കണ്ടു. ഇനി ബി എ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താവുന്ന ഒരു 3/3 3/3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു 3/3 മാട്രിക്സ് തന്നെ കിട്ടുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ AB11 എന്നുള്ള എലമെന്റ് എങ്ങനെയാ? ഫസ്റ്റ് റോ ഓഫ് എ ബി ഇൻറ്റു ഇവിടെ ബി ആണല്ലേ, ഇവിടെ BA11 ആണ്. അപ്പൊ ഫസ്റ്റ് റോ ഓഫ് ബി ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 into 5 അല്ലെ? 1 into 5 plus 2 into 6 plus 3 into -1 ഇങ്ങനെ വരും. ഇനി അടുത്തത് BA12 ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1 into 2 plus 2 into 7 plus 3 into 2. ഇനി അടുത്ത് BA13 ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്ത് കഴിഞ്ഞാൽ 1 into 3 plus 2 into 1 plus 3 into 3. ഇനി ഇവിടുത്തെ BA21 സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞാൽ 4 into 5 plus 5 into 6 plus 6 into -1. ഇനി അടുത്ത് BA22 അതായത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 4 into 2 plus 5 into 7 plus 6 into 2. ഇനി അടുത്തത് BA23 സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം അതായത് 4 into 3 plus 5 into 1 plus 6 into 3. ഇനി അടുത്തത് ഇതാ തേർഡ് റോയിലെ ഫസ്റ്റ് കോളം BA31 അതായത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യാം. അതായത് 8 into 5 plus 7 into 6 plus 1 into -1. ഇനി അടുത്ത് BA32 തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 8 into 2 plus 7 into 7 plus 1 into 2. ഇനി ലാസ്റ്റ് BA33 ചെയ്താൽ തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യുന്ന സമയത്ത്
8 into 3 plus 7 into 1 plus 1 into 3 ഈ രീതിയിലാണ് അതിലുള്ള എലമെന്റ്സ് വരിക. എടാ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 5 plus 12 17 17 minus 3 എന്താ 14 അല്ലേ വരിക. നെക്സ്റ്റ് 2 plus 14 16 16 plus 6 എന്ന് പറഞ്ഞാൽ 22. Here 3 plus 2 5 5 plus 9 14. Next ഇത് 20 plus 30 58 50 minus 6 എന്ന് പറയുമ്പോൾ 44. ഇനി അടുത്തവിടെ 8 plus 35 8 plus 35 43 43 plus 12 55 വരും. ഇനി ഇവിടെ 12 plus 5 17 17 plus 18 എന്ന് പറയുമ്പോൾ 35. 8 into 5 40 plus 42 അല്ലെ 40 plus 42 എന്താ 82 82 minus 1 എന്താ 81. നെക്സ്റ്റ് ഇവിടെ 16 plus 49 16 plus 49 എന്ന് പറയുമ്പോൾ 16 plus 49 എത്ര വരും? 65 വരും. 65 plus 2 എന്ന് പറഞ്ഞാൽ 67 വരും. ഇനി അടുത്തിവിടെ 8 into 3 24 അല്ലേ 24 plus 7 എന്ന് പറയുന്ന സമയത്ത് 31 31 plus 3 എന്ന് പറഞ്ഞാൽ 34. ഇതാണ് BA എന്നുള്ള മെട്രിക്സ് കിട്ടുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നിങ്ങൾ ഇതിനകത്ത് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. AB എന്നുള്ള ഒരു മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം AB എന്നുള്ള മെട്രിക്സും BA എന്നുള്ള മെട്രിക്സും സെയിം ആണോ? അല്ല. അതായത് അത് ഈക്വൽ അല്ല. അപ്പൊ ജനറലി അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ജനറലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് ജനറലി കമ്മ്യൂട്ടേറ്റീവ് ആവില്ല. ജനറലി എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അത് ചില കേസിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചിലപ്പോൾ AB യും BA യും ഈക്വൽ ആയി എന്ന് വരാം. അതിനർത്ഥം അത് ജനറലി എല്ലാത്തിനും അത് ഒബേ ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് ജനറലി അതെന്തല്ല കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് AB യും BA യും ഈക്വൽ അല്ല. ഇനി അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആയ എല്ലാത്തിലും അത് അസോസിയേറ്റീവ് ആണ്. അതായത് A into BC is equal to AB into C. രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡീഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡീഷൻ. അങ്ങനെയെങ്കിൽ A into B plus C ആ A നെ ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാന്നാ പറയുന്നത്. AB plus AC. അതുപോലെ A plus B into C എന്ന് പറഞ്ഞാൽ ഈ C നെ ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? AC plus BC. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി അടുത്ത് നാലാമത്തെ പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. എടാ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്തായിരുന്നു? അത് നിങ്ങളൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിള് 5 എന്നുള്ള ഒരു നമ്പറിനോട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇതിന്റെ ഐഡന്റിക്കൽ ട്വിന്നിനെ കിട്ടി. അതായത് 5നെ തന്നെ കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതായത് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക 1 ആണ്. therefore 1 is the multiplicative identity എന്ന് പറയും. റെഡി അല്ലേ? ഇനി അഡീഷൻ ആണെന്നുണ്ടെങ്കിലോ 7 എന്നുള്ള ഒരു നമ്പറിനോട് കൂടി ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത സമയത്ത് 7ന്റെ ഐഡന്റിക്കൽ ട്വിന്നിനെ കിട്ടി. അതായത് 7നെ തന്നെ കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ ആഡ് ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് അഡീഷൻ ഓർ സിംപ്ലി അഡിറ്റീവ് ഐഡന്റിറ്റി. അതായത് 0 ആയിരിക്കും ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി. ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം A എന്നുള്ള ഒരു മെട്രിക്സ് ആ മെട്രിക്സിനോട് കൂടി ഞാൻ ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഐഡന്റിക്കൽ ട്വിന്ന്, അതായത് ഇതിന്റെ ഐഡന്റിക്കൽ ട്വിന്ന് എന്ന് പറഞ്ഞാൽ A അല്ലേ, Aനെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്ത ഈ മെട്രിക്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ I വരെ. I എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ M ആണെങ്കിൽ ഇതിന്റെ ഓർഡർ തന്നെ ആയിരിക്കും Mn ആയിരിക്കും. ഇൻ കേസ് ഇതിന്റെ ഓർഡർ N ആണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? N ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ IA is equal to A, which is equal to IA. രണ്ടും സെയിം ആണ്. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഇത് മനസ്സിലാക്കാറുണ്ട്.
ഇനി പിന്നെ പഠിച്ച സംഗതിയാണ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫോർ സ്ക്വയർ മെട്രിക്സ്. ഇനി എല്ലാത്തിനെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം എന്നില്ല കേട്ടോ. അതായത് ചില മെട്രിക്സിന് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഡിഫൈൻഡ് ആകില്ല. അത് ഇൻവേഴ്സ് ഡിഫൈൻഡ് ആകാനുള്ള കണ്ടീഷനും കാര്യങ്ങളും നിങ്ങൾ അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, അതായത് പിന്നെ ഡിറ്റർമിനൻസ്. മെട്രിസസ് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് ഡിറ്റർമിനൻസ്. ആ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ നമ്പേഴ്സിന്റെ കേസിൽ അറിയാം, ഇപ്പൊ ഒരു 3 എന്നുള്ള ഒരു നമ്പറിനോട് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റിനെ കിട്ടുകയാണെങ്കിൽ, അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, 0 അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവുക എന്താണ്, -3 അല്ലേ ആഡ് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെയെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3. ഇനി മൾട്ടിപ്ലിക്കേഷൻ എടുത്തു. 9 എന്നുള്ള ഒരു നമ്പറിനോട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടി. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താ, 1. അങ്ങനെയെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 9. അങ്ങനെയെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും, 1/9 കൊണ്ടാവൂലേ? ആ 1/9 പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 9. അങ്ങനെയെങ്കിൽ മെട്രിക്സിലേക്ക് വരാം. എ എന്നുള്ളൊരു മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടി. ഇതിനെ പറയുന്ന പേരല്ലേ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അങ്ങനെയാണെങ്കിൽ ഐനെ കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ, അല്ലെങ്കിൽ സിംപ്ലി ഇൻവേഴ്സ് ഓഫ് എ. അതിനെ ഡിനോട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയോ? എന്റെ മുകളിൽ റൈസ് ടു -1 കൊടുക്കും, വായിക്കൽ എ ഇൻവേഴ്സ് എന്നാണ്. ഇതുപോലെ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ഐ ആണെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എയും ഐ തന്നെ ആയിരിക്കും. ഈ കേസിലൊക്കെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജനറലി പറഞ്ഞത്, ജനറലി നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ കാരണം ചില കേസിൽ ഇതിൽ കണ്ടോ കമ്മ്യൂട്ടേറ്റീവ് ആയില്ലേ. അപ്പൊ അങ്ങനെ ചില മെട്രിക്സുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ജനറലി എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചത്. ഇതാണ് സ്ക്വയർ മെട്രിക്സിന്റെ കേസിലുള്ളത്. ഇനി ഈ എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലാന്ന് എഴുതിക്കോ. ഏത് മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ മെട്രിക്സിനെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് മാത്രം. ഇനി ഈ ഒരു കേസ് എടുത്തു എഴുതിക്കോ. എ എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്തു, അതിന്റെ ഓർഡർ m/n ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ IA ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഓർഡർ നിങ്ങൾക്ക് അറിയാം m/n ആണെന്ന്. അങ്ങനെയെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് ഇതിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആകണ്ടേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് m ആവും. പക്ഷെ ഇത് സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് അത് m × m ആവാനല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m നെ im എന്നല്ലേ ഡിനോട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ im × a എന്ന് കൊടുത്തത്. ഇത് ജനറലി ഉള്ള ഒരു ഫോർമുല കേട്ടോ. IA = A × IN = A. അതായത് ഇവിടെ ഞാൻ AI = IA = A ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ ഇത് സ്ക്വയർ മെട്രിക്സ് ആവുമ്പോൾ വെറും I എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇതിന്റെ ഒരു ഓർഡർ കറക്റ്റ് ഞാൻ കീപ്പ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഇനി ഇവിടെ ഞാൻ I എന്ന് കൊടുക്കാൻ കാരണം എന്താ, A എന്നുള്ളതിന്റെ ഓർഡർ എന്താ, m/n. ഇവിടെ ഞാൻ I നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് ഇതിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആകണമെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് റോസ് n ആകണം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് അത് n/n ആവാനല്ലേ പോസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും, വീണ്ടും m/n ആയിരിക്കും. അതായത് കിട്ടുക A എന്നുള്ള ഒരു മെട്രിക്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ im × A = A × IN = A എന്ന് കൊടുക്കാൻ കാരണം. അടുത്ത എട്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് സീറോ മെട്രിക്സ് ഈസ് അഗൈൻ എ സീറോ മെട്രിക്സ്. ഏത് മെട്രിക്സിനെയും നൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു നൾ മെട്രിക്സ് ആയിരിക്കും കിട്ടുക എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു m/n മെട്രിക്സ് ഉണ്ട്, അതിന് ഞാനൊരു നൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെന്താണ്, ഇതിന്റെ ഓർഡർ m/n, ഇതിന്റെ ഓർഡർ n/p. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു നൾ മെട്രിക്സ് തന്നെ ആയിരിക്കും, അതിന്റെ ഓർഡർ m/p ആയിരിക്കും. അല്ലെങ്കിൽ സീറോ മെട്രിക്സ് ഇൻറ്റു എ മെട്രിക്സ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓർഡർ p/m ഉം ഇതിന്റെ m/n ഉം ആണെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നൾ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും, p/n ആയിരിക്കും. അപ്പൊ ഏതൊരു മെട്രിക്സിനെയും ഒരു നൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു നൾ മെട്രിക്സേ കിട്ടുള്ളൂ. ഇനി
രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് നൾ മെട്രിക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സ് നൾ മെട്രിക്സ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമില്ല കേട്ടോ. അതല്ലാത്ത കേസിലും ചിലപ്പോൾ നൾ മെട്രിക്സ് ആകാം. അതാണ് അടുത്ത പ്രോപ്പർട്ടി പറയുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ക്യാൻ ബി നൾ മെട്രിക്സ് വൈൽ നൈദർ ഓഫ് ദം ഈസ് എ നൾ മെട്രിക്സ്. രണ്ട് മെട്രിക്സും നൾ മെട്രിക്സ് ആകാതെ തന്നെ ചിലപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് നൾ മെട്രിക്സ് ആകാം. ഒരു എക്സാമ്പിൾ ഇതാണ്. എ എന്നുള്ള മെട്രിക്സ് 0 1 0 3യും ബി എന്നുള്ള മെട്രിക്സ് 5 3 0 0യുമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ എ ബി എന്നുള്ള പ്രൊഡക്റ്റ് ഒന്ന് കണ്ടോക്കടാ. എ ബി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് എ ഇൻറ്റു ബി ഇസ് ഇക്വൽ ടു മെട്രിക്സ് 0 1 0 3 ഇൻറ്റു 5 3 0 0 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 0 ഇൻറ്റു 5 അല്ലെ, 0 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 0. ഇനി അടുത്തത് 0 ഇൻറ്റു 3 plus 1 into 0. ഇനി second row into first column, that is 0 into 5 plus 3 into 0. ഇനി second row into second column ചെയ്തു കഴിഞ്ഞാൽ 0 into 3 plus 3 into 0. That is final answer become 0 into 5, 0 plus 0, 0, 0 plus 0, 0, 0 plus 0, 0, 0 plus 0, 0. That is ഇതൊരു നൾ മെട്രിക്സ് അല്ലേ കിട്ടിയത്. അപ്പൊ എ എന്നുള്ളത് ഒരു നൾ മെട്രിക്സ് അല്ല, ബി എന്നുള്ളത് നൾ മെട്രിക്സ് അല്ല. പക്ഷെ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്ത സമയത്ത് എന്തായി? നൾ മെട്രിക്സ് ആയി. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിളുകളും ഒരുപാട് ഉണ്ടാകാം. അതുകൊണ്ട് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു നൾ മെട്രിക്സ് കിട്ടിയെന്ന് കരുതിയിട്ട് അത് ഏതെങ്കിലും ഒരാള് നൾ മെട്രിക്സ് ആകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് ഏതൊരു മെട്രിക്സിനെയും നൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? ഒരു നൾ മെട്രിക്സ് മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് ഇതിലുള്ള 8th പ്രോപ്പർട്ടി. ഇനി ഇതിലുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടി, 9th പ്രോപ്പർട്ടി പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് മനസ്സിലാക്കിയല്ലോ അല്ലെ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇത് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക എന്നുള്ളതാണ്. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സാധാരണ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതെങ്ങനെയാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തത്? ഇങ്ങനെയാണ്. ആ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ നിങ്ങൾ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതിയിട്ട് അവര് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ആ ലോ ഉണ്ടാക്കിയെടുത്തത്. അതേപോലെ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടെ. അപ്പൊ എന്ത് സംഭവിക്കും? എ ഇൻറ്റു എ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി എ ബി പ്ലസ് ബി ഇൻറ്റു എ ബി എ പ്ലസ് ബി ഇൻറ്റു ബി ബി സ്ക്വയർ. എടാ ജനറലി സാധാരണ നമ്പറില് 2 into 3 എന്ന് പറഞ്ഞാലും 3 into 2 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അതായത് എ ബി എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുകൊണ്ട് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് 2ab എന്ന് എഴുതാണ് ചെയ്തത്. പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് എ ബിയും ബി എയും ഈക്വൽ അല്ലാത്തത് കാരണം അതിനെ 2ab എന്ന് എഴുതാൻ സാധിക്കൂല. അതുകൊണ്ട് മെട്രിക്സിന്റെ കേസിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറയുന്ന സമയത്ത് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതേപോലെ തന്നെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് വരിക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ ബി, മൈനസ് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ മൈനസ് ബി എ, മൈനസ് ബി ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ബി സ്ക്വയർ. നേരത്തെ കേസില് ആ മൈനസ് എ ബി മൈനസ് ബി എ ഈക്വൽ ആയതുകൊണ്ട് മൈനസ് 2ab എന്ന് എഴുതാണ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ എഴുതാൻ സാധിക്കൂല, കാരണം എ ബിയും ബി എയും ഈക്വൽ അല്ല. അതുകൊണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് എങ്ങനെയാണ്? എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. ഇനി ഒരു ലോയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന വേറെ റിസൾട്ട് ഉണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ പഠിച്ചത്? നേരെ മറിച്ച് ഇവിടെ എന്താ വരിക അറിയോ? എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു മൈനസ് ബി മൈനസ് എ ബി, ബി ഇൻറ്റു എ പ്ലസ് ബി എ, ബി ഇൻറ്റു മൈനസ് ബി മൈനസ് ബി സ്ക്വയർ. സാധാരണ കേസിൽ മൈനസ് എ ബിയും പ്ലസ് ബി എയും, ബി എന്ന് പറഞ്ഞാൽ എ ബി തന്നെ അല്ലേ സാധാരണ നമ്പേഴ്സിന്റെ കേസിൽ, അതുകൊണ്ട് ഇവര് തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ടാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരുന്നത്. പക്ഷേ ഇവിടെ എ ബിയും ബി എയും ഈക്വൽ അല്ലല്ലോ, അതുകൊണ്ട് തമ്മിൽ എന്ത് ചെയ്യൂല? ക്യാൻസലേഷൻ നടക്കൂല. അതുകൊണ്ട് എ പ്ലസ് ബി എ മൈനസ് ബിയുടെ റിസൾട്ട് എങ്ങനെയാ വരിക? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ. ഇത്രയും പ്രോപ്പർട്ടീസ് മാത്രമാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇതോടുകൂടി പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ആയി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
if A is equal to matrix 1 minus 2 3 minus 4 2 5 and matrix B is equal to matrix 2 3 4 5 2 1, then find AB BA. Also show that AB not equal to BA. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിൽ എ ബിയും കാണണം ബി എയും കാണണം. അങ്ങനെയെങ്കിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യാൻ, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സാധാ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബി കാണുമ്പോൾ 1 minus 2 3 minus 4 2 5 into 2 3 4 5 2 1. ഇത് കാണാൻ സാധിക്കോ? ഇത് നോക്ക്, ഇതിന്റെ ഓർഡർ എന്താ നിങ്ങൾ മനസ്സിലാക്കാൻ ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ ഒരു 2 റോ 3 കോളം 2/3 ആണ്. ഇതിന് 3 റോ 2 കോളം 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താ? ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ എലമെന്റ് കാണണമെങ്കിൽ 2/2 ആണ്. ഇത് AB11. അതെങ്ങനെ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഓഫ് എ ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് ബി. അങ്ങനെയെങ്കിൽ 1 into 2 പ്ലസ് -2 into 4 പ്ലസ് 3 into 2. ഇനി അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 1 into 3 പ്ലസ് -2 into 5 പ്ലസ് 3 into 1. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ അത് -4 into 2 പ്ലസ് 2 into 4 പ്ലസ് 5 into 2. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താലോ -4 into 3 പ്ലസ് 2 into 5 പ്ലസ് 5 into 1. ഇതിന്റെ ഫൈനൽ ആൻസർ എന്ത് വരണം? 2 minus 8. 2 minus 8 എന്താ? -6. -6 plus 6 ആൻസർ 0 അല്ലേ വരിക? ഇനി ഇതേപോലെ 3 plus 3 6 minus 10 എന്ന് പറഞ്ഞാൽ അത് -4 എന്നാ വരിക. ഇനി ഇവിടെ -8 plus 8 ക്യാൻസൽ ആകും. പിന്നെ ഇവിടെ 10 മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ് 10. ഇനി ഇവിടെ -12 plus 10, -12 plus 10 എന്ന് പറയുമ്പോൾ -2 plus 5 എന്ന് പറഞ്ഞാലോ 3. അതായത് എ ബിയുടെ വാല്യൂ, എ ബി എന്നുള്ള മെട്രിക്സ് ഇങ്ങനെ വരിക 0 -4 10 3. ഇനി ഇതുപോലെ നിങ്ങളോട് കാണാൻ പറഞ്ഞത് അടുത്തൊരു മെട്രിക്സ് ഏതാ? ബി എ എന്നുള്ള മെട്രിക്സ് കാണാൻ പറഞ്ഞു. ബി എ കാണുന്ന സമയത്ത് ബി എന്ന് പറഞ്ഞാൽ 2 3 4 5 2 1 ഇൻറ്റു എ എന്നുള്ള മെട്രിക്സോ 1 -2 3 -4 2 5 ഇങ്ങനെ വരിക. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഓർഡർ എന്താ? 3 റോ, അതായത് 3/2 കോളം 3/2 മെട്രിക്സ് ആണ്. ഇതോ 2 റോ 3 കോളം 2/3 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള ഈ രണ്ട് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താ? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ഞാൻ കാണുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2 into 1 ചെയ്യുന്ന സമയത്ത് 2 into 1 പ്ലസ് 3 into -4. ഇനി അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അതായത് 2 into -2 പ്ലസ് 3 into 2. ലാസ്റ്റ് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 2 into 3 പ്ലസ് 3 into 5. ഇനി ഇതുപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ അത് 4 into 1 പ്ലസ് 5 into -4. സിമിലർലി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 4 into -2 പ്ലസ് 5 into 2. ഇനി സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താലോ അത് 4 into 3 പ്ലസ് 5 into 5. ഇനി അടുത്ത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 2 into 1 പ്ലസ് 1 into -4. അടുത്ത് തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താലോ 2 into -2 പ്ലസ് 1 into 2. തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 2 into 3 പ്ലസ് 1 into 5. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരും? 2 minus 12 എന്ന് പറയുമ്പോൾ -10. ഇവിടെ -4 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 2 വരും. ഇവിടെ 6 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ അത് 21 വരും. ഇവിടെ 4 -20 -16 ആ വരിക. പിന്നെ ഇവിടെ -8 പ്ലസ് 10 2 വരും. ഇവിടെ 12 പ്ലസ് 25
37 എന്നാണ് വരിക. ഇവിടെ 2 - 4 എന്ന് പറഞ്ഞാൽ അത് -2, -4 + 2 എന്ന് പറയുമ്പോൾ അതും -2. ഇവിടെ 6 + 5 എന്ന് പറയുന്ന സമയത്ത് അത് 11. ഇവിടെ നോക്ക്, ഇതാണ് ബി എ എന്നുള്ള മെട്രിക്സ്. കണ്ടാൽ തന്നെ അറിയാലോ എ ബിയും ബി എയും ഈക്വൽ അല്ല. കാരണം എ ബി എന്ന് പറഞ്ഞാൽ ഒരു 2x2 മെട്രിക്സ് ആണ്, ബി എ എന്ന് പറഞ്ഞാൽ ഒരു 3x3 മെട്രിക്സ് ആണ്. ഹെൻസ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് എ is equal to cos theta sin theta minus sin theta cos theta, then prove that a square is equal to matrix cos 2 theta sin 2 theta minus sin 2 theta cos 2 theta. a ന്റെ വാല്യൂ ഇതാണെങ്കിൽ a സ്ക്വയറിന്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യാനാ പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് a എന്നുള്ള മെട്രിക്സ് അറിയാം, a സ്ക്വയറിന്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. എടാ a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, അത് a × a അല്ലേ, a സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, a × a എന്ന് പറഞ്ഞാൽ cos theta sin theta minus sin theta cos theta, ഈ രീതിയിൽ എഴുതാം. ഇൻറ്റു cos theta sin theta minus sin theta cos theta. എടാ 2x2 മെട്രിക്സും 2x2 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സും 2x2 മെട്രിക്സ് ആവൂലേ? അങ്ങനെയെങ്കിൽ ഇതിലുള്ള ഫസ്റ്റ് എലമെന്റ്, അതായത് ഇത് AB11, ഇത് AA11 അല്ലെ, അതായത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ cos theta × cos theta എന്ത് വരും, cos square theta പ്ലസ് sin theta × minus sin theta, അതായത് അത് minus sin square theta എന്നാ വരിക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് AA12 ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അങ്ങനെയെങ്കിൽ cos theta × sin theta അതെന്താ, sin theta cos theta എന്ന് വരും. ഇതേപോലെ sin theta പ്ലസ് sin theta cos theta, ഈ രീതിയിലാണ് വരിക. ഇനി ഇവിടെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഇതെന്താ AA21 അല്ലേ, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ minus sin theta × cos theta, minus sin theta × cos theta plus cos theta × minus sin theta, cos theta × minus sin theta എങ്ങനെ വരും. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ minus sin theta × sin theta എന്ന് പറയുന്ന സമയത്ത് minus sin square theta പ്ലസ് cos theta × cos theta എന്ന് പറഞ്ഞാല് അത് cos square theta എന്ന് വരും. എടാ അങ്ങനെയെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് നോക്ക്, cos square theta പ്ലസ് minus sin square theta എന്ന് പറഞ്ഞാൽ അതെന്താ, cos square theta minus sin square theta. ഇവിടെ sin theta cos theta പ്ലസ് sin theta cos theta എന്ന് പറഞ്ഞാല് അത് 2 sin theta cos theta എന്നാണ് വരുന്നത്. ഇവിടെ minus sin theta cos theta പ്ലസ് ഇത് cos theta × minus sin theta എന്ന് പറയുന്ന സമയത്ത് minus sin theta cos theta ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ -2 sin theta cos theta എന്ന് വരും. ഇനി ഇത് minus sin square theta പ്ലസ് cos square theta, അതായത് അത് എന്ത് തന്നെയാണ്, cos square theta minus sin square theta തന്നെയാണ്. ട്രിഗണോമെട്രിയിൽ നമുക്ക് അറിയുന്ന രണ്ട് റിസൾട്ട് ഉണ്ട്. cos 2 theta നമുക്ക് അറിയുന്നതാണ്. cos 2 thetaക്ക് 4 ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫോർമുലയാണ് cos square theta minus sin square theta എന്നുള്ളത്. അതുപോലെ തന്നെ sin 2 thetaക്ക് നിങ്ങൾ രണ്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ഫോർമുലയാണ് 2 sin theta cos theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഈ a സ്ക്വയറിന്റെ വാല്യൂ a സ്ക്വയർ is equal to matrix cos square theta minus sin square theta എന്ന് പറഞ്ഞാൽ അതെന്താണ്, cos 2 theta ആണ്. അതുപോലെ തന്നെ 2 sin theta cos theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് sin 2 theta ആണ് എന്ന് നമുക്കറിയാം. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 2 sin theta cos theta എന്ന് പറഞ്ഞാൽ അത് sin 2 theta ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വാല്യൂ minus sin 2 theta എന്ന് വരും. ഇനി cos square theta minus sin square theta അതെന്താ, അത് cos 2 theta ആണ്, cos 2 theta. അതായത് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് തന്നെയല്ലേ, എന്റെ വാല്യൂ ഈ മെട്രിക്സ് ആണെങ്കിൽ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ cos 2 theta sin 2 theta minus sin 2 theta cos 2 theta. അത് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് m is equal to 2x2 matrix 7 5 2 3, then prove that m square minus 10m plus 11i2 is equal to 0 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. എടാ ഈ i2 എന്ന് പറഞ്ഞാൽ എന്താ, ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്നാണ് അതിനർത്ഥം. അങ്ങനെയെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 0 മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്.
അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലുള്ള ഓരോ ടേമിനെ ഞാൻ വേറെ വേറെ ഒന്ന് കാണാൻ നോക്കുകയാണ്. അതായത് എം സ്ക്വയറിനെ കാണുന്നത് അല്ലെ. എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ എം ഇൻറ്റു എം ആണെന്ന്. എം എന്ന് പറഞ്ഞാൽ എന്താ? അത് മെട്രിക്സ് 7 5 2 3 ഇൻറ്റു മെട്രിക്സ് 7 5 2 3 എന്ന് വരും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ. ഫസ്റ്റ് റോ ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ 7 ഇൻറ്റു 7 49 പ്ലസ് 5 ഇൻറ്റു 2 10. ഇനി അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 7 ഇൻറ്റു 5 അത് 35 പ്ലസ് 5 ഇൻറ്റു 3 15. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 2 ഇൻറ്റു 7 14 പ്ലസ് 3 ഇൻറ്റു 2 6. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 2 ഇൻറ്റു 5 10 പ്ലസ് 3 ഇൻറ്റു 3 9. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ എം സ്ക്വയറിന്റെ വാല്യൂ എന്ത് വരും? 49 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ അത് 59 ആണ്. 35 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ അത് 50 ആണ്. 14 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ അത് 20 ആണ്. 10 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ അത് 19 ആണ്. ഇതാണ് എം സ്ക്വയറിന്റെ വാല്യൂ. അങ്ങനെയെങ്കിൽ 10m കാണാനല്ലേ. അതായത് ഞാൻ നേരിട്ട് എഴുതാൻ പോവാണ്. എം സ്ക്വയർ മൈനസ് 10m പ്ലസ് 11i2. അത് സീറോ മെട്രിക്സ് ആണെന്ന് പോയണം. എം സ്ക്വയർ എന്നുള്ള മെട്രിക്സ് അത് നിങ്ങൾ കണ്ടെത്തി. 59 50 20 19 മൈനസ് 10 ഇൻറ്റു എം എന്താ? 7 5 2 3 പ്ലസ് 11 ഇൻറ്റു i2 എന്ന് പറഞ്ഞാൽ ഒരു 2/2 മെട്രിക്സ് അല്ലേ. അങ്ങനെയെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 2 0 1 0 0 1 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഇതെല്ലാതും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതായത് മെട്രിക്സ് 59 50 20 19 മൈനസ് ഈ 10 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 70 50 20 30 പ്ലസ് 11 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 11 0 0 11 എന്ന് വരും. ഇനി ഇവരെല്ലാവരെയും കൂടി ആഡ് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതായത് 59 മൈനസ് 70 പ്ലസ് 11. അതുപോലെ സെക്കൻഡ് എലമെന്റ്സ് 50 മൈനസ് 50 അല്ലെ. 50 മൈനസ് 50 പ്ലസ് 0. ഇനി അടുത്ത ഈ എലമെന്റ് 21 മോഡലുള്ള എലമെന്റ്സ് അതായത് 20 മൈനസ് 20 പ്ലസ് 0. ഇനി അടുത്തപ്പോഴുള്ള എലമെന്റ് 19 മൈനസ് 30 പ്ലസ് 11. ഈ രീതിയിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 59 പ്ലസ് 11 എന്താ? 70. 70 മൈനസ് 70 എന്ത് വരും? 0 എന്ന് വരും. ഇനി 50 മൈനസ് 50 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ അത് 0 അല്ലേ വരിക. സിമിലർലി 20 മൈനസ് 20 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. ഇനി ഇവിടെ 19 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ 30. 30 മൈനസ് 30 ഫൈനൽ ആൻസർ ബിക്കം 0. അങ്ങനെയെങ്കിൽ ഇതൊരു സീറോ മെട്രിക്സ് എന്നല്ലേ കിട്ടുക. ഇതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. ഇതുപോലെ തന്നെയുള്ള വേറെ ക്വസ്റ്റ്യനും കൂടി ചെയ്തു നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. If a is equal to 1 2 3 3 minus 2 1 4 2 1 then show that a cube minus 23a minus 40i is equal to 0. അങ്ങനെയെങ്കിൽ ഇതിൽ ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിലുള്ള ഓരോ ടേമുകളായിട്ട് കാണാൻ നോക്കുക. അതായത് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടേം ഏതാ? എ ക്യൂബ്. അപ്പൊ അത് വേറെ കണ്ടുവെക്കുക. എന്നിട്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് ഒരു സീറോ മെട്രിക്സ് കിട്ടും. അങ്ങനെയെങ്കിൽ ആദ്യം എ ക്യൂബ് കാണണം. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻറ്റു എ ആണ്. അപ്പൊ അത് ഡയറക്റ്റ് ആയി കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം എ സ്ക്വയറിനെ കാണും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താ? എ ഇൻറ്റു എ അല്ലേ. അങ്ങനെയെങ്കിൽ ഈ എ ഇൻറ്റു എ ചെയ്താൽ എ എന്നുള്ള മെട്രിക്സ് ഇതാണ് 1 2 3 3 മൈനസ് 2 1 4 2 1 ഇൻറ്റു 1 2 3 3 മൈനസ് 2 1 4 2 1. ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരൂടാ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ. 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 3 6 പ്ലസ് 3 ഇൻറ്റു 4 12. ഇനി അടുത്ത സെക്കൻഡ് എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 പ്ലസ് 3 ഇൻറ്റു 2 6.
ഇനി അടുത്ത തേർഡ് എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്തു കഴിഞ്ഞാൽ 1 into 3 3 പ്ലസ് 2 into 1 2 പ്ലസ് 3 into 1 3 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇത് ഏതാണ് എലമെന്റ് എ ബി, അതായത് ഇവിടെ എ ആയതുകൊണ്ട് എ 2 1 സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ ചെയ്യേണ്ടത്. അതായത് 3 into 1 3 പ്ലസ് -2 into 3 എന്ന് പറഞ്ഞാൽ അത് -6 ആണ് വരിക, പ്ലസ് 1 into 4 4. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 3 into 2 6 -2 into -2 പ്ലസ് 4 1 into 2 2. ഇനി അടുത്ത എലമെന്റ് കിട്ടാൻ സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യണം. അതായത് 3 into 3 9 പ്ലസ് -2 into 1 -2 പ്ലസ് 1 into 1 1. ഇനി അടുത്തത് എ 3 1 അല്ലെ, തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 4 into 1 4 പ്ലസ് 2 into 3 6 പ്ലസ് 1 into 4 4 എന്ന് വരും. ഇനി അടുത്ത തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 4 into 2 8 പ്ലസ് 2 into -2 -4 എന്ന് വരും, പ്ലസ് 1 into 2 2. ഇനി അടുത്തത് തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം 4 into 3 12 2 into 1 2 പ്ലസ് 1 into 1 1. ഇതാണ് ആ മെട്രിക്സ് വരിക. അടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a² എന്ത് വരും, മെട്രിക്സ് 1 plus 6 7 7 plus 12 19. ഇവിടെ 2 minus 4 6 minus 4 2 2 plus 2 എന്താ, അത് 4 ആയി വരും. ഇനി അടുത്തത് 3 plus 2 5 5 plus 3 8. ഇവരെ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് വരും, -3 plus 4 1 വരും. ഇനി ഇവിടെ 10 plus 2 12 വരും. ഇവിടെ 9 minus 2 7 7 plus 1 8 എന്ന് വരും. ഇതുപോലെ 10 plus 4 ഇവിടെ 14 എന്ന് വരും. ഇവിടെ 4 plus 2 6 എന്ന് വരും. ഇവിടെ 14 plus 1 15 എന്ന് വരും. ഇതാണ് a² എന്നുള്ള മെട്രിക്സ്. ഇനി അടുത്തത് a³ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. a³ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ a² into a ആണ് a³. അങ്ങനെയെങ്കിൽ a² എന്നുള്ള മെട്രിക്സ് നിങ്ങൾക്ക് അറിയാം, അത് 9 4 8 1 12 8 14 6 15 into a എന്നുള്ള മെട്രിക്സ് അത് ഇതാണ് 1 2 3 3 -2 1 4 2 1. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 19 into 1 19 പ്ലസ് 4 into 3 12 പ്ലസ് 8 into 4 32. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 19 into 2 38 പ്ലസ് 4 into -2 -8 8 into 2 16. റെഡി? ഇനി അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, ദാറ്റ് ഈസ് 19 into 3 എന്താ 19 into 3 57 അല്ലേ, 57 4 into 1 4. ഇനി അടുത്തത് 8 into 1 അത് 8. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 1 into 1 1 പ്ലസ് 12 into 3 അത് 36 ആ വരിക, പ്ലസ് 8 into 4 32. ഇനി അടുത്ത ഫസ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 into 2 2 പ്ലസ് 12 into -2 -24 വരും. പിന്നെ അതുപോലെ 8 into 2 16 എന്ന് വരും. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 1 into 3 3 12 into 1 12 8 into 1 8. ഇനി അടുത്ത തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 14 into 1 14 പ്ലസ് 6 into 3 എന്ന് പറഞ്ഞാൽ അത് 18 പ്ലസ് 15 into 4 എന്ന് പറഞ്ഞാൽ അതെന്താണ് 16 വരും. ഇനി തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 14 into 2 എന്ന് പറഞ്ഞാൽ അത് 28 6 into -2 become -12 15 into 2 plus 30. ലാസ്റ്റ് തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 14 into 3 എന്ന് പറയുമ്പോൾ 42 ആണ് വരിക അല്ലെ. ഇനി 6 into 1 6 പ്ലസ് 15 into 1 15.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ എ ക്യൂബ് എന്നുള്ള മെട്രിക്സ് കിട്ടും. എടാ അപ്പൊ അങ്ങനെയെങ്കിൽ എ ക്യൂബ് എന്നുള്ള മെട്രിക്സ് വരാം 19 പ്ലസ് 12 അത് എത്ര 31. 31 പ്ലസ് 32 എന്ന് പറയുമ്പോൾ അത് 63 ആണ് വരിക. ഇനി ഇവിടെ 38 മൈനസ് 8 എന്ന് പറയുമ്പോൾ 30 പ്ലസ് 16 46 വരും. ഇനി 57 പ്ലസ് 4 61 പ്ലസ് 8 ബിക്കം 69. ഇനി അടുത്തത് 1 പ്ലസ് 36 അല്ലെങ്കിൽ 36 പ്ലസ് 32 എന്താ അത് പിന്നെ 38 പ്ലസ് 1 ഇത് 68 പ്ലസ് 1 ബിക്കം 69. ഇനി ഇവിടെ 2 മൈനസ് 24 മൈനസ് 22 പ്ലസ് 6 എന്താ വരിക 16 എന്താ വരിക മൈനസ് 6 വരും. ഇനി അടുത്തത് ഇവിടെ ഇത് 8 ആണല്ലോ അല്ലെ. ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ 2 3 എന്ന് പറയുമ്പോൾ 2 3 അത് 8 തന്നെയാണ്. ഇവിടെ 8 ആണ്. ഓക്കെ 12 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 3 എന്ന് പറയുമ്പോൾ അത് 23. ഇനി അടുത്തത് 14 പ്ലസ് 18 അതെത്ര 32 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 92. ഇനി ഇവിടെ 28 മൈനസ് 12 എന്ന് പറഞ്ഞാൽ അത് 16 പ്ലസ് 30 ബിക്കം 46. ഇനി ഇവിടെ 42 പ്ലസ് 15 അതെന്താ 57 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ അത് 63 എന്ന് വരും. അപ്പൊ ഇതാണ് എ ക്യൂബ് എന്നുള്ള മെട്രിക്സ് വരിക. ഇനി നിങ്ങൾ ഇവിടെ കാണേണ്ടത് എ ക്യൂബ് മൈനസ് 23a മൈനസ് 40i ആണ് കാണുന്നത്. അതൊരു സീറോ മെട്രിക്സ് ആണ് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അതായത് എ ക്യൂബിനെ ഞാൻ ഒന്ന് എടുത്ത് ചെയ്താണ് 63 46 69 മൈനസ് 6 23 92 46 63 മൈനസ് 23 ഇൻറ്റു ഏതെന്നുള്ള മെട്രിക്സ് ഏതാണ് അത് 1 2 3 മൈനസ് 2 1 4 2 1. ഇനി അടുത്ത് മൈനസ് 40i അതെങ്ങനെ വരും മൈനസ് 40i എന്ന് പറഞ്ഞാൽ എന്താ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. അടുത്ത് ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാം. അങ്ങനെ 63 23 1 മൈനസ് 23 മൈനസ് 40 ഒറ്റയടിക്ക് ചെയ്യാം. ഞാനിപ്പോ തൽക്കാലം കുറച്ച് ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറാം. അതിനു മുമ്പ് ഞാൻ സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്യാം. അതായത് മെട്രിക്സ് ഇവിടെ എന്താ വരിക 63 46 69 മൈനസ് 6 23 92 46 63 മൈനസ് ഈ 23 അതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക 23യെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആലോചിച്ചു 23 into 1 23 ഇവിടെ 46 ഇവിടെ എന്ത് വരും 23 into 3 എന്ന് പറയുമ്പോൾ 20 into 3 എന്താ 69 അല്ലേ വരിക. ഇനി 23 into 3 69 മൈനസ് 23 into മൈനസ് 2 മൈനസ് 46 23 into മൈനസ് 1 മൈനസ് 23 23 into 4 അത് 92 അല്ലേ 92 23 into 2 46 23 into 1 23 അവിടെ 23 into 1 എന്ന് പറയുമ്പോൾ ഇവിടെയും 23 ആയിട്ട് വരിക. കാരണം മൈനസ് ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി അടുത്ത് മൈനസ് 40i അല്ലേ. ആ 40യെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ 40 into 1 40 ഇവിടെ 0 0 0 40 0 0 0 40 ഈ രീതിയിലേക്ക് മാറും. ഇനി അതിനെ എല്ലാ ടേമിനെയും ചെയ്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക ഞാനത് ഇവിടെ എഴുതുന്നുണ്ട്. അതായത് എ ക്യൂബ് മൈനസ് 23a മൈനസ് 40i ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 63 കറസ്പോണ്ടിങ് ടേംസ് ആണ് മൈനസിന്റെ മൈനസ് 23 അല്ലെ മൈനസ് 23 മൈനസ് 40. ഇനി ഇവിടെ
46 മൈനസ് 46 മൈനസ് 0. ഇനി ഈ എലമെന്റ്സ് 69 മൈനസ് 69 മൈനസ് 0, 69 മൈനസ് 69 മൈനസ് 0. ഇനി അടുത്ത ഈ എലമെന്റ്സ് 69 മൈനസ് 69 മൈനസ് 0, 69 മൈനസ് 69 മൈനസ് 0. ഇനി ഇവിടെ മൈനസ് 6 മൈനസ് 46 മൈനസ് 40 അല്ലെ, അതായത് മൈനസ് 6 മൈനസ് 46 അതെന്താ പ്ലസ് 46 മൈനസ് 40. ഇനി അടുത്തത് ഈ എലമെന്റ്സ് 23 മൈനസ് 23 മൈനസ് 23 മൈനസ് 0. ഇനി അടുത്ത ഈ എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ 92 മൈനസ് 92 മൈനസ് 0. ഇനി അടുത്ത ഈ എലമെന്റ്സ് 46 മൈനസ് 46 മൈനസ് 0. ഇനി അടുത്ത ഈ എലമെന്റ്സ് 63 മൈനസ് 23 മൈനസ് 40. ഇത് ചെയ്തു കഴിഞ്ഞാൽ 63 മൈനസ് 23 മൈനസ് 40 എന്താ മൈനസ് 63, 63 മൈനസ് 63 ബിക്കം 0. ഇവിടെ 46 മൈനസ് 46 0. ഇവിടെ 69 മൈനസ് 69 0. ഇവിടെ 69 മൈനസ് 69 0. ഇവിടെ മൈനസ് 6ഉം പ്ലസ് 40 പ്ലസ് 46 എന്താ പ്ലസ് 40 ആ വരിക. 40 മൈനസ് 40 എന്താ 0. ഇനി ഇവിടെ 23 മൈനസ് 23 0 ആകും. ഇവിടെ 92 മൈനസ് 92 0. 46 മൈനസ് 46 0. 63 മൈനസ് 23 40 ആ വരിക. 40 മൈനസ് 40 എന്താ 0. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സ് ഒരു സീറോ മെട്രിക്സ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സിമ്പിൾ ആയി ചെയ്യാൻ സാധിക്കും. കുറച്ച് ലെങ്തി ആണെന്ന് മാത്രം. ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയി കഴിഞ്ഞാൽ അത് ടഫ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറും കൂടുന്നുണ്ട്. തമ്മിൽ പ്രൊപ്പോർഷണൽ ആണ്, അതുകൊണ്ട് വിഷയം ഉണ്ടാവില്ല.